എൻ്റെ കൂടെ കിടന്നത് ആരാ, രായൻ്റെ പെണ്ണുപിള്ള ആരാ, രായൻ്റെ പിള്ളേരേതാ, മുട്ടം പ്രശ്നം നടന്നേ. ഈ സിനിമ കണ്ട് അരമണിക്കൂറായപ്പോൾ ഒരാളിരുന്ന് ഉറങ്ങി കൂർക്കം വലിച്ച് തൊട്ടപ്പുറത്തിരുന്നാക്ക് വിഷയമേ അവിടെ വഴക്കായി അടിയായി. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ സിനിമയിലെ പല സീൻസ് ഇവർ ട്രെയിലർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്ത് വാരിയിട്ട് യഷിൻ്റെ ഇൻട്രോ ആണ് ഇതിനകത്ത് മെയിൻ സാധനം. ടോക്സിക് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു ഇത്രയും വലിയ ഹൈപ്പും ഇത്രയും വർഷങ്ങളൊക്കെ നീട്ടിപ്പോയത്. KGF റോക്കി ബൈ ഇതിലേക്ക് വന്നപ്പം റയാൻ, അത് മലയാളത്തിൽ കണ്ടപ്പോഴത്തേക്കിന് അത് രായനായി. ഒരു സ്പീഡിൽ പറയുമ്പോൾ പറഞ്ഞത് രായനായി വരുന്നുണ്ട്. മലയാളത്തിലുള്ള കുറേ പൂക്കി ഡയലോഗുകളെല്ലാം ഇതിനകത്ത് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ റാസ്പുട്ടിനെ അറിയാമായിരിക്കുമല്ലോ, റാസ്പുട്ടിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ. സാധാരണ പെണ്ണുങ്ങളുടെ അടുത്തോട്ട് ആണുങ്ങളാണ് തേടി പോകുന്നത്. ഇതൊരു ഒറ്റ ആണേ ഉള്ളെന്ന് തോന്നുന്ന നാട്ടിൽ ആണിൻ്റെ അടുത്തോട്ട് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് തേടി വരുന്നതാണ്. ഇത് ടോക്സിക് ആണോ അതോ ക്രിമിനലാണോ അതോ ഏതോ കൊടും ക്രിമിനൽ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ എന്തുവാണെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. നിങ്ങൾ ഇതിനു വേണ്ടിയായിരുന്നു ഇത്രയും ഒരു ഹൈപ്പ് കൊടുത്ത് ആൾക്കാരെ മുൾമുനയിൽ നിർത്തി. അതായത് KGF സിനിമയ്ക്കകത്ത് കണ്ടിട്ടുള്ളൊരു യശ് ഉണ്ടല്ലോ, ആ യശിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ സിനിമയിൽ നമ്മൾ ആ യശിനെ അങ്ങോട്ട് കണ്ട് അത് റയാനായി, അത് മലയാളത്തിൽ രായനായി, ഇങ്ങനെ ഓടി വന്ന് അവസാനം ഭ്രാന്തനായി. അവസാനം ഒറ്റയ്ക്ക് അവൻ തന്നെ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നു. അവൻ കാണിക്കുമ്പോൾ അവിടെ ഉള്ളവരെല്ലാം മിണ്ടായിരിക്കുന്നത്. മലയാളത്തിൽ നിന്നുള്ള മറ്റേ സുദേവോ അങ്ങനൊരു പുള്ളിക്കാരുണ്ടല്ലോ, നല്ല രീതിയിൽ അഭിനയിക്കുന്ന, നല്ല അടിപൊളിയായിട്ട് ഡയലോഗുകളൊക്കെ പറയുന്ന ആ വ്യക്തി അതിനകത്ത് പോയിട്ട് മിണ്ടാട്ടമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തോക്കും പിടിച്ചോണ്ട് പോകുന്നത്. പിന്നെ മറ്റേ പെരുന്നാളിന് ആടിനെ വെട്ടുന്ന കണക്ക് ആൾക്കാരെ ഇതിനകത്ത് തോക്ക് വെച്ചാൽ കൂടുതലും പ്രയോഗം. വെട്ടി വീഴ്ത്തുന്നതിന് ഒരു കൈയും കണക്കുമല്ല. വ്യക്തമായിട്ട് എണ്ണിക്കരുന്ന 1500 പരം ആൾക്കാരെ അതിനകത്ത് വെട്ടി വിടുന്നുണ്ട്. ജെറ്റ്, ഫ്ലൈറ്റ് ഇതൊക്കെ വെടിവെച്ച് തറയിടുന്നുണ്ട്, മിസൈൽ വിടുന്നുണ്ട്. എന്തൊക്കെയാണോ നടക്കുന്നത്. മഞ്ഞിൽ കാണിക്കുന്ന പ്രകടനം കറക്റ്റായിട്ട് അറിയാം, അത് പഞ്ഞിമത്തെ കിടന്ന് കളിക്കുവന്ന്. മഞ്ഞൊക്കെ വന്ന് പഞ്ഞി കണക്ക് വന്ന് ദേഹത്ത് വന്ന് വീഴുന്നതൊക്കെ. ആകെ കൂടി ജനങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു രായനെയാണ് നമുക്ക് ടോക്സിക്കിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നായിക ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്നെ സത്യമായിട്ട് മനസ്സിലായില്ല. പരിചയമുള്ള 2 മോങ്ങളും പരിചയമില്ലാത്ത കുറേ മോങ്ങളും ഉണ്ടായിരുന്നു. അതിനകത്ത് രായൻ്റെ കൂടെ കിടന്നത് ആരാ, രായൻ്റെ പെണ്ണുപിള്ള ആരാ, രായൻ്റെ പിള്ളേരേതാ, രായൻ എത്ര മക്കളുണ്ട്, രായൻ്റെ കുടുംബം ആരാന്ന് പോലും അറിയത്തില്ല. രായൻ്റെ മകൻ തന്തയില്ലാത്തവനെന്ന് പറയുന്നുണ്ട്, രായൻ്റെ തന്തയെ തള്ള കൊന്നതാന്ന് പറയുന്നുണ്ട്, രായൻ്റെ ചേച്ചി രായനെ വളർത്തിയത് പല രീതിയിലാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ചേച്ചിക്ക് വേണ്ടി രായൻ വളരുന്നുമുണ്ട്. എന്തായാലും KGF അമ്മ പാസമായിരുന്നു, ഇതിനകത്ത് ചേച്ചി പാസമാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു പാസമൊക്കെ ഉണ്ടെങ്കിലല്ലേ ഈ ഒരു കഥ നമുക്ക് അത്ര വർക്കൗട്ടായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഗീതു മോഹൻദാസ് വെച്ചിരുന്ന ഒരു വെടിക്കെട്ടിത്. എന്തായാലും ഗീതു മോഹൻദാസ് മലയാളത്തിലുള്ള കുറേ നടിമാരുടെ കൂടെ ചേർന്ന് പെണ്ണുങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു വ്യക്തിയായിരുന്നല്ലോ. അപ്പോൾ അതെന്തായാലും ഈ സിനിമയോട് കൂടി അവസാനിക്കും. ഇതിനകത്ത് പെണ്ണുങ്ങളെ ഇല്ല സ്ത്രീ സ്ലാവ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങ് വലിച്ച് വാരി പെണ്ണിനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. സ്റ്റെയർ കയറി ഒരു പെണ്ണിങ്ങോട്ട് വരുന്നു, നീ ആരാ, ഞാനിവിടെ ഡെയിലി വരുന്നയാളാണ്, ഉടനെ തോക്കെടുത്ത് കാണിച്ചിട്ട് ഞാൻ ഇനി പെർമനൻ്റ് ആണ് ഇവിടെ, നീ പോകാനെന്ന്. അതേപോലുള്ള നല്ല ഗിമിക്ക് ഡയലോഗുകൾ. പല കാര്യങ്ങളും എന്തായാലും ഈ രാവിലെ കാണാനായിട്ട് എനിക്ക് മലയാളം മാത്രമേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അല്ലെങ്കിൽ തമിഴിൽ കണ്ടായിരുന്നു ഇച്ചിരി കൂടെ എറുപ്പ് കിട്ടിയിരുന്നു. മലയാളത്തിലേക്ക് ഈ ഡയലോഗുകളൊക്കെ വന്നപ്പോൾ ഉണ്ടല്ലോ ചിരി വരുന്നുണ്ട്. പല ഡയലോഗുകളും കേൾക്കുമ്പോഴത്തേക്കിന് അങ്ങോട്ട് ചിരി മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് എനിക്ക് നല്ലതായിട്ട് തോന്നിയൊരു കാര്യം, അതിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ഇവരൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഭംഗിയുണ്ട്. ഒരു ഉത്സവം കാണുമ്പോൾ നമ്മൾ കാണുമല്ലോ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ, അതൊക്കെ എവിടെയൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. പിന്നെ യഷിൻ്റെ സ്വാഗ്, അതൊക്കെ ആക്ഷൻ നമുക്ക് അറിയാമല്ലോ, ഓൾറെഡി ആൾ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഈ ആക്ഷൻ സീൻസും ഈ പരിപാടിയൊക്കെ ഭയങ്കരമായിട്ട് പറ്റുമെന്ന്. പിന്നെ 18+. ഇതിനകത്ത് ഈ പെണ്ണുങ്ങളെ പിടിക്കുക, പെണ്ണുങ്ങളെ കൂടെ കിടക്കുക എന്നുള്ളതിനൊന്നും സത്യം പറഞ്ഞാൽ കൈയും കണക്കൊന്നുമില്ല. എത്രണ്ണമാണെന്ന് പോലും യശിൻ്റെ പെണ്ണുമ്പിള്ള പോലും ഒരു എണ്ണിയാൽ പോലും കിട്ടത്തില്ലെന്ന് തോന്നി. എത്രണ്ണമാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളതെന്ന്. അതിനൊരു സർക്കസ് കൂടാരം, അതിനൊരു വീട്. അയ്യോ, രാവിലെ എഴുന്നേറ്റ് അലാറം വെച്ച് എഴുന്നേറ്റ് വന്ന് കണ്ട് ഒരു കാര്യമില്ലായിരുന്നെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. എൻ്റെ ഉറക്കം കുറച്ച് പോയി, അല്ലാതെ എനിക്കിതിനകത്ത് വലിയ ഇതായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. എന്തായാലും നിങ്ങളും പോയി കാണണം കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയ കണക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും പൈസ പോകണം. കാരണം ഇത്രയും പ്രതീക്ഷയായിരുന്നല്ലോ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ഭയങ്കര വാനോളമായിരുന്നു പ്രതീക്ഷ. ആ പ്രതീക്ഷയിൽ പോയിരുന്ന് അങ്ങോട്ട് കണ്ടപ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് പറ്റിപ്പോയൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ സിനിമയിലെ പല സീൻസ് ഇവർ ട്രെയിലർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്ത് വാരിയിട്ട്
യഷിൻ്റെ ഇൻട്രോയാണ് ഇതിനകത്ത് മെയിൻ സാധനം. നമ്മൾ KGF കണ്ടിട്ടുള്ള യഷിൻ്റെ ഇൻട്രോയാണ്. കാരണം ഇത്രയും വലിയൊരു റോക്കിംഗ് സ്റ്റാർ യഷ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്നത് ടാ 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 ഇങ്ങനെയല്ലേ കണ്ടത്. അത്രയും കാണുമ്പോൾ തന്നെ ഒരു തുടക്കം യഷിനെ കാണിക്കുന്ന ഒരു സാധനം. ഇവർ ഈ ഇൻട്രോ തന്നെ എടുത്തിട്ട് ഇവർ 1 വർഷം മുമ്പേ എടുത്ത് എല്ലാവരും കാണിച്ച ഇതാണ് യഷിൻ്റെ ഇൻട്രോ, ഇതാണ് യഷ്, ഇതാണ് സിനിമയിലെ സീൻ എന്നുള്ളത് കാർ പോലും കാണിക്കുന്നത്. അതിവിടെ വന്ന് കാണിച്ചപ്പോഴത്തേന് തിയേറ്ററിൽ ഒരു അനക്കവും ഇല്ല. തിയേറ്ററിൽ മുട്ടം പ്രശ്നം നടന്നേ. ഈ സിനിമ കണ്ട് അരമണിക്കൂറായപ്പോൾ ഒരാളിരുന്ന് ഉറങ്ങി കൂർക്കം വലിച്ചു. തൊട്ടപ്പുറത്തിരുന്നാക്ക് വിഷയമേ അവിടെ വഴക്കായി അടിയായി. അതെന്തായാലും റോക്കിംഗ് സ്റ്റാർ യഷിൻ്റെ സിനിമയ്ക്ക് കൊല്ലം RP മാളിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഈ സിനിമയിലെ എല്ലാ ഭാഗങ്ങളും ഇവരെടുത്ത് പുറത്ത് കാണിച്ചു. അതായത് സിനിമയിലെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ, ഓരോ കോസ്റ്റ്യൂംസ്, ക്യാരക്ടേഴ്സ് എല്ലാം എടുത്ത് പുറത്ത് കാണിച്ചു. അതുകൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും സസ്പെൻസ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഇവർ ഹൈഡ് ചെയ്ത് വെച്ചെന്താണെന്നറിയോ, യഷിന് പ്രാന്താവുന്നത്. അതാണ് ഇവർ ഹൈഡ് ചെയ്ത് വെച്ചത്. ബാക്കി ഒന്നും ഹൈഡ് ചെയ്ത് വെച്ചിട്ടില്ല. എല്ലാം അതേ കണക്ക് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്.